പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 5-ലെ പേജ് നമ്പർ 110-ലെ ഫിഗർ ഇറ്റ് ഔട്ടിൻ്റെ 5th ക്വസ്റ്റ്യൻ മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് നമ്മുടെ 5th ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. ഫൈൻഡ് എനി 3 numbers that are multiples of 25 but not multiples of 50. അപ്പം നമ്മളോട് ഏതെങ്കിലും 3 നമ്പേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയുള്ള നമ്പേഴ്സ് ആയിരിക്കണം? 25ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, പക്ഷേ 50യുടെ മൾട്ടിപ്പിൾസ് ആകാൻ പാടില്ല. 50യുടെ മൾട്ടിപ്പിൾസ് ഒക്കെ എന്തിൻ്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും? 25ൻ്റെയും മൾട്ടിപ്പിൾസ് ആയിരിക്കും. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന 3 നമ്പേഴ്സ് 25ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം, പക്ഷേ 50യുടെ മൾട്ടിപ്പിൾസ് ആകാൻ പാടില്ല. അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 25ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതണം, അത് കഴിഞ്ഞ് 50യുടെ മൾട്ടിപ്പിൾസ് എഴുതണം. എന്നിട്ട് 25ൻ്റെ മൾട്ടിപ്പിൾസിൽ നിന്ന് 50യുടെ മൾട്ടിപ്പിൾസ് മാറ്റിയിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 25 എഴുതുന്നു. 25ൻ്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെയാണ്? 25, 50, 75, 100, 125, 150, 175, 200 ഇങ്ങനെ പോവും. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് 50 എന്തൊക്കെ വരും? 50, 100, 150, 200 ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുനിന്ന് 50യുടെ മൾട്ടിപ്പിൾസ് അല്ലാത്ത 25ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 25 ഉണ്ട്, 75 ഉണ്ട്, പിന്നെന്താ 125 ഉണ്ട്, 175 ഉണ്ട് അല്ലേ? നമ്മളോട് എത്ര എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേ? 3 എണ്ണം മതി. അപ്പോൾ 25ഉം 75ഉം 125ഉം മാത്രം നമുക്ക് മതി. അപ്പോൾ എന്തെഴുതാം? Therefore the numbers that are multiples of 25 but not multiples of 50 are ഏതൊക്കെയാണ്? 25, 75 and 125. Next, 6th question. Anshu and his friends play the idli vada game with 2 numbers which are both smaller than 10. അതായത് 10നെ കാട്ടിൽ സ്മോളർ ആയിട്ടുള്ള 2 നമ്പേഴ്സ് കൊണ്ട് ആൻഷുവും അവൻ്റെ ഫ്രണ്ടും ഇഡ്ലി വട ഗെയിം കളിക്കുകയാണ്. ദ ഫസ്റ്റ് ടൈം എനിബഡി സേസ് ഇഡ്ലി വട ഈസ് ആഫ്റ്റർ ദി നമ്പർ 50. അപ്പോൾ അതായത് നമ്പർ 50 കഴിയുന്നിടം വരെ ആരും എന്തു പറഞ്ഞില്ല? ഇഡ്ലി വട എന്ന് പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിൽ സ്മോളർ നമ്പറിനെ നമ്മൾ ഇഡ്ലി എന്നെടുക്കും, ഗ്രേറ്റർ നമ്പറിനെ വട എന്നും എടുക്കും. 2 നമ്പേഴ്സും 10നെക്കാട്ടിൽ സ്മോളർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ കോമൺ മൾട്ടിപ്പിള് എന്ത് ചെയ്യുന്നില്ല? 50ക്ക് മുമ്പ് വരുന്നില്ല. അതുകൊണ്ടാണ് 50 വരെ അവർ ഇഡ്ലി വട പറയാഞ്ഞത്. കോമൺ മൾട്ടിപ്പിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഡ്ലി വട എന്ന് പറയുന്നത്. അപ്പോൾ 2 നമ്പേഴ്സിനും കൂടെ കോമൺ മൾട്ടിപ്പിള് 50 കഴിഞ്ഞിട്ട് വരുന്ന 2 നമ്പേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വാട്ട് കുഡ് ദ 2 നമ്പേഴ്സ് ബി വിച്ച് ആർ അസൈൻഡ് ഇഡ്ലി ആൻഡ് വട? അപ്പോൾ ഇഡ്ലിക്കും വടയ്ക്കും അസൈൻ ചെയ്യുന്ന 2 നമ്പേഴ്സ് ഏതാണ് എന്ന് നമ്മളിവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ 10നെക്കാട്ടിൽ സ്മോളർ ആയിട്ടുള്ള 2 നമ്പേഴ്സ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പം 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ, അതായത് ഒരെണ്ണം ഈവൻ നമ്പറും ഒരെണ്ണം ഓഡ് നമ്പറുമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ 5ഉം 6ഉമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 5 × 6 എന്ത് വരും? 30 അല്ലേ? ഇനി 6 × 7 എടുത്താലോ? 42. 7 × 8 എടുത്താലോ? 56 അല്ലേ? ഇവിടെ വന്നപ്പോൾ എന്തായി? 50യെക്കാട്ടിൽ 50 കഴിഞ്ഞിട്ടുള്ള നമ്പറാണ്. ബാക്കിയൊക്കെ 50ക്ക് മുൻപുള്ള നമ്പേഴ്സാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ 50 കഴിയുന്നിടം വരെ ആരും ഇഡ്ലി വട എന്ന് പറഞ്ഞില്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ 50ക്ക് ശേഷം പറയുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7ഉം 8ഉമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, 5ഉം 9ഉം എടുത്താൽ 45 വരുന്നുള്ളൂ അല്ലേ? 6ഉം 9ഉം എടുത്താലോ 54 വരും. അപ്പോൾ അതെടുക്കത്തില്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം വരും. അപ്പോൾ അതാ കോമൺ മൾട്ടിപ്പിൾ നമുക്കൊന്ന് നോക്കാം. 6ൻ്റെയും 9ൻ്റെയും കോമൺ മൾട്ടിപ്പിളാണ് 50ക്ക് ശേഷം വരേണ്ടത് കേട്ടോ. 6 എടുത്തു കഴിഞ്ഞാൽ 6, പിന്നെന്താ 12, 18,
24 ഇങ്ങനെ വരും. 9ൻ്റെ എടുത്താലോ 9 18 കണ്ടോ, രണ്ടിൻ്റെയും കൂടെ കോമൺ മൾട്ടിപ്പിൾ എന്ത് വന്നു 18 വന്നു. അപ്പോൾ നമുക്ക് 6ഉം 9ഉം എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നമ്പേഴ്സ് എടുക്കുമ്പം കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സ് എടുക്കുക. 6ഉം 9ഉം കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ. 6ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 2 3 6 ആണ് 6ൻ്റെ ഫാക്ടേഴ്സ്. 9ൻ്റെതോ 1 3 9. ഇതിനകത്ത് 3 കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോമൺ മൾട്ടിപ്പിൾ കിട്ടാത്തത്. അതേസമയം 7ഉം 8ഉം എടുക്കുമ്പോഴോ 7ൻ്റെ കോമൺ ഫാക്ടേഴ്സ് 1ഉം 7ഉമാണ്. 8ൻ്റെത് 1 2 4 8. ഇവിടെ 1 അല്ലാതെ വേറെ കോമൺ ഫാക്ടേഴ്സ് ഇല്ല കണ്ടോ. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോമൺ മൾട്ടിപ്പിൾ എഴുതാം. ഇനി ചില നമ്പേഴ്സ് എടുക്കുമ്പോൾ അതിന് കോമൺ ഫാക്ടേഴ്സ് കാണും. ഇവിടെ കണ്ടോ 6ഉം 9ഉം എടുത്തപ്പോൾ 3 കോമൺ ഫാക്ടർ ഉണ്ട്. അങ്ങനെയുള്ള നമ്പേഴ്സിന് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടില്ല? കോമൺ മൾട്ടിപ്പിൾ കിട്ടത്തില്ല. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ നമ്മൾ 7ഉം 8ഉം എടുത്തപ്പോൾ നമുക്ക് 56 കിട്ടി. അടുത്ത എന്തെടുക്കാം? 8ഉം 9ഉം എടുക്കാം. 8നും 9നും എന്തില്ല? കോമൺ ഫാക്ടേഴ്സ് ഇല്ല. ഓക്കെ, എന്ത് വരും? 72 വരും. അടുത്തത് 7ഉം 9ഉം നമുക്ക് എടുക്കാം അല്ലേ. 7 × 9 എടുക്കാം, 63 വരും. ഓക്കെ, അപ്പോൾ ഈ 3 പെയറുകൾ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? ദ പെയർ ഓഫ് നമ്പേഴ്സ് സ്മോളർ ദാൻ 10 വിത്ത് ദ ഫസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഗ്രേറ്റർ ദാൻ 50 ആർ. എന്തൊക്കെ എഴുതാം? 7ഉം 8ഉം എഴുതാം. പിന്നെന്തെഴുതാം? 8ഉം 9ഉം എഴുതാം. ആൻഡ് 7ഉം 9ഉം എഴുതാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാമേ. അപ്പോൾ 4 7 ആൻഡ് 8. 7ഉം 8ഉം എങ്ങനെയാണ് വരുന്നത്? 7ൻ്റെതും 8ൻ്റെതും 7ൻ്റെ മൾട്ടിപ്പിൾസ് എന്തൊക്കെ വരും? 7 14 21 28 35 42 49 56 63 ഇങ്ങനെ വരും അല്ലേ. അടുത്തത് 8ൻ്റെതോ 8 16 24 32 40 48 56 64 ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ 56 ആണ് ഇതുവരെയുള്ള നമ്പേഴ്സ് എഴുതിയപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കിട്ടിയത്. ഓക്കെ, then 56 is the first number greater than 50 which would be said ഇഡ്ഡലി വട. ഓക്കെ, ഇതേപോലെ ബാക്കിയുള്ളതിൻ്റെ നിങ്ങൾ എഴുതി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എഴുതി നോക്കിയില്ലെങ്കിലും എന്ത് ചെയ്യാം? ഇങ്ങനെ ഞാനിവിടെ നിങ്ങളെ എഴുതി കാണിച്ചിട്ടുണ്ട്. കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്ത നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കിട്ടും കേട്ടോ. നെക്സ്റ്റ് 7th question. In the treasure hunting game, Grumpy has kept treasures on 28 and 70. അപ്പോൾ ട്രഷർ ഹണ്ടിങ് ഗെയിമിൽ ഗ്രംബി ട്രഷേഴ്സ് വെച്ചിരിക്കുന്നത് എവിടേക്കാണ്? 28ലും 70ലുമാണ്. വാട്ട് ജംപ് സൈസസ് വിൽ ലാൻഡ് ഓൺ ബോത്ത് ദ നമ്പേഴ്സ്. അപ്പോൾ രണ്ട് നമ്പേഴ്സിലും ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ജമ്പ് സൈസ് എന്തായിരിക്കും? അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണല്ലേ. എങ്ങനെയാണ്? 28ൻ്റെയും 70യുടെയും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. അതിൽ കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ഇതിൻ്റെ ജമ്പ് സൈസ്. അപ്പോൾ ആദ്യം നമ്മൾ 28ൻ്റെ ഫാക്ടേഴ്സ് എഴുതുന്നു. ഫാക്ടേഴ്സ് ഓഫ് 28 ആർ എന്തൊക്കെയാണ്? 28ൻ്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 1 × 28 = 28. അടുത്തത് 2ലുണ്ട്, 2 × 14. 3ലുണ്ടോ? ഇല്ല. 4ലുണ്ട് അല്ലേ, 4 × 7. അടുത്തത് 7 × 4 വരും. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്തൊക്കെയാണ്? 1 2 4 7 14 ആൻഡ് 28. അടുത്തത് ഫാക്ടേഴ്സ് ഓഫ് 70. 70യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 × 70, 2 × 35. അടുത്തത് 3ൽ വരില്ല, 4ൽ വരില്ല, 5ൽ വരും. 5 × 14, 7 × 10. അടുത്തത് 10 × 7 വരും. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. 1 2 5 7 10 14
35 ആൻഡ് 70. ഇത്രയുമാണ് 70യുടെ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? കോമൺ ഫാക്ടേഴ്സ് ആർ 1 കോമൺ ആണ്, 2 കോമൺ ആണ്, 7 കോമൺ ആണ്, 14 കോമൺ ആണ്. രണ്ടിലും വരുന്നത് ഇത്രയും നമ്പേഴ്സ് ആണ് അല്ലേ? എന്തൊക്കെയാണ്? 1, 2, 7 ആൻഡ് 14. ഈ 4 നമ്പേഴ്സാണ് കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. Thus, the possible jump sizes to land on both the numbers will be 1, 2, 7 and 14. 8th question. In the diagram below, Guna has erased all the numbers except the common multiples. Find out what those numbers could be and fill in the missing numbers in the empty region. അപ്പോൾ ഇവിടെ നമുക്ക് 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഗുണ എന്ത് ചെയ്തു? അതിൻ്റെ കോമൺ മൾട്ടിപ്പിൾസ് വെച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം മായ്ച്ചു കളഞ്ഞു. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് മിസ്സിങ് നമ്പേഴ്സിനെ എം ഡി റീജിയനിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നോക്കിയേ, ഈ 2 സർക്കിളിൻ്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഈ പോർഷനിൽ തന്നിട്ടുള്ളത് 2 നമ്പേഴ്സിന് വരുന്ന കോമൺ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ 24ൻ്റെയും 48ൻ്റെയും 72ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് എഴുതി നോക്കുക. അതിൽ കോമൺ ആയിട്ട് വരുന്ന നമ്പേഴ്സ് നോക്കുക. അപ്പോൾ നമുക്ക് 24ൻ്റെ ഫാക്ടേഴ്സ് ഒന്ന് എഴുതി നോക്കാം. 24ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വരും? 1 × 24, 2 × 12, 8 3s are 24. 4ൻ്റെ ടേബിളിൽ 6 × 4 അല്ലേ, 4 × 6 വരും. 5ൽ വരത്തില്ല. അടുത്തത് 6 × 4. അപ്പോൾ ഇവിടെ വരെ നമുക്ക് മതി. അപ്പോൾ നമുക്ക് 24ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് കിട്ടിയത്? 1, 2, 3, 4, 6, 8, 12, 24 ഇത്രയും കിട്ടി. ഇനി അടുത്തത് നമ്മൾ 48ൻ്റെത് എഴുതുന്നു. അപ്പോൾ 1 × 48, 2 × 24, 3 × 16. 4ൻ്റെ ടേബിളിൽ വരും 12 × 4. 5ൽ വരത്തില്ല. 6ൽ 6 × 8. അടുത്തത് 7ൻ്റെ ടേബിളിൽ വരത്തില്ല. അടുത്തത് 8 × 6 വരും. അപ്പോൾ 48 വരുന്നത് എവിടേക്കാണ്? 1ൽ 1, 2, 3, 4, 6, 8, 12, 16, 24, 48. ഇത്രയുമാണ് 48ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്. ഇനി അടുത്തത് 72ൻ്റെ ഫാക്ടേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുന്നത് കേട്ടോ. അടുത്തത് 72ൻ്റെ ഇത് വരും. 1 × 72 വരും. 2 × 36 വരും. 3യുടെ ടേബിളിൽ വരും അല്ലേ. 3 × 24 വരും. 4 × 18. 5ൻ്റെ വരത്തില്ല. 6ൻ്റെ ടേബിളിൽ വരും. 6 × 12 വരും. 7ൻ്റെ ടേബിളിൽ വരത്തില്ല. 8ൻ്റെ ടേബിളിൽ വരും. 8 × 9. അപ്പോൾ 72ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെ വന്നു? 1, 2, 3, 4, 6, 8, 9, 12, 18, 24, 36, 72. അപ്പോൾ ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് നോക്കുക. അപ്പോൾ 1 കോമൺ ആണ് അല്ലേ. 1 ഇവിടെ കോമൺ ആണ്. 2 കോമൺ ആണ്. അടുത്തത് 3 കോമൺ ആണ്. 4 കോമൺ ആണ്. 6 കോമൺ ആണ്. 8 കോമൺ ആണ്. പിന്നെ 12 കോമൺ ആണ്. 24 കോമൺ ആണ്. ഇത്രയും നമ്പേഴ്സ് കോമൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഒരെണ്ണം തന്നെ എടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 2ഉം 3ഉം വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. 2 എന്ന് പറയുന്നത് ഈ 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഈ 3ഉം 2ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അതേപോലെ
3യുടെ മൾട്ടിപ്പിൾസുമാണ് ഇത് മൂന്നും. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിലേതെങ്കിലും ഒരെണ്ണം എടുക്കാം. അതായത് 1 2 3 4 6 8 12 24 ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 6 8 എഴുതാം, അല്ലെങ്കിൽ 4ഉം 6ഉം എഴുതാം, അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം. ഇങ്ങനെ എഴുതി നോക്കിയിട്ട് വലിയ നമ്പേഴ്സാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൾട്ടിപ്പിൾസ് ഇവിടെ എഴുതിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 8ഉം 12ഉം എഴുതുന്നു. ഓക്കെ, അപ്പോൾ 8 എഴുതുമ്പം ആദ്യം ഇവിടെ 8ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതുന്നു. അപ്പോൾ എന്ത് വരും? 8 16 8 3s are 24 അതിവിടെ എഴുതിയിട്ടുണ്ട്. അടുത്തത് 32 40 48 ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, 48. അടുത്തത് 56 64 72 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത മൾട്ടിപ്പിൾസ് ഞാനിവിടെ എന്താ എഴുതുന്നത്? 8ൻ്റെത് എഴുതി. ഇനി അടുത്തത് 12ൻ്റെത് എഴുതുന്നു. അപ്പോൾ 1 × 12 12, 12 × 2 24, അടുത്തത് 36, അടുത്തത് എന്ത് വരും? 48, അടുത്തത് 60, അടുത്തത് 72 ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 12 എഴുതി. ഇനി വേറൊരാൾ എഴുതുമ്പോൾ ചിലപ്പോൾ വേറൊരു ആൻസർ ആയിരിക്കും കിട്ടുക. അവർ 4ഉം 6ഉമാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾസ് ഓഫ് 4ഉം മൾട്ടിപ്പിൾസ് ഓഫ് 6ഉം വരും. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇതിനകത്ത് എന്ത് വരും? 4ൻ്റെ മൾട്ടിപ്പിൾസും ഇതിനകത്ത് 6ൻ്റെ മൾട്ടിപ്പിൾസും വരും. ഓക്കെ, അതനുസരിച്ച് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങളിങ്ങനെ കോമൺ ഫാക്ടേഴ്സ് ഓരോ നമ്പേഴ്സിൻ്റെയും ഫാക്ടേഴ്സ് എഴുതി നോക്കുക. എന്നിട്ട് അതിനകത്ത് നിന്ന് കോമൺ ആയിട്ട് വരുന്നത് നോക്കുക. ആ കോമൺ ആയിട്ട് വരുന്നതിൻ്റെ എല്ലാം മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസ് നിങ്ങൾ എഴുതുക. ഓക്കെ, ഡയറക്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ആൻസർ ഷീറ്റിൽ എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ജസ്റ്റ് ഇത് ഫില്ല് ചെയ്ത് എഴുതിയാൽ മാത്രം മതി കേട്ടോ.